വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പോൾ പേരുകൾ പറയാമോ? എൻ്റെ പേര് സന്തോഷ് മല്ലപ്പള്ളി. ഓക്കെ. ഞാൻ കലാഭവൻ ആൻഡോ എന്നറിയപ്പെടുന്നു. കലാഭവൻ ആൻഡോ. സൈദലവി അമ്പലപ്പാറ. സുരേഷ് കാസർഗോഡ്. നിങ്ങൾ 4 പേരും ഫ്രണ്ട്സ് ആണോ? അതെ, ഫ്രണ്ട്സ് ആണ്. അതെ. ഒരു സ്ഥലത്തു നിന്നാണോ വരുന്നത്? അല്ല, ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ ചാലക്കുടി അടുത്ത് മുരിങ്ങൂർ. ഓക്കെ. പാലക്കാട് ഡിസ്ട്രിക്ട് ഒറ്റപ്പാലം അമ്പലപ്പാറ. ഞാൻ കാസർഗോഡ് ജില്ല. ഓക്കെ. നിങ്ങൾ എങ്ങനെയാണ് അപ്പോൾ ഈ ഒരുമിച്ച് 4 പേരും ആയത്? ഞങ്ങളൊരു എറണാകുളത്ത് ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഒരുമിച്ച് കൂടിയതാണ്. അതിനുശേഷം ഞങ്ങൾ കുറേ വേദികളിൽ പ്രോഗ്രാമുകൾ ചെയ്തിങ്ങനെ വരുന്നു. ഞങ്ങൾ വാട്സപ്പിൽ കൂടെ ഒക്കെ ദിവസേന കോൺടാക്ട് ചെയ്യുന്ന. ഓക്കെ. മാത്രമല്ല നാച്ചുറൽ സൗണ്ടുകൾ എടുക്കുന്നു, പ്രകൃതിയിലെ സൗണ്ട് ഞങ്ങൾ ഒരുമിച്ച് എടുക്കുന്ന ഒരു കൂട്ടായ്മയാണ്. നേച്ചർ സൗണ്ട്സ് ആണെന്ന് പറഞ്ഞു. വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നടന്മാരെ കുറച്ച്. അപ്പൊ നമുക്കെങ്കിൽ ആക്ടേഴ്സിന് തുടങ്ങാം. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങട്ടെ. ഓക്കെ. യെസ്. നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിന്റെ ഒരു ശബ്ദത്തോടുകൂടി ആരംഭിക്കുന്നു. भारत माता के भाई और बहनों, लोकतंत्र का मंत्र है. बड़ी संख्या में लोग गिरफ्तार किया गए थे, जुर्म में बंद किया गए थे. मित्रों, हमारा देशवासियों, धन्यवाद. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അദ്ദേഹം പ്രചരണത്തിൽ ഇറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഓക്കെ. നോ 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 അല്ല 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 മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ ഹരിത പുളകിത പച്ച വിരിച്ച് കിടക്കുന്ന പോലെ മലപ്പുറം ജില്ല കുറി മുസ്ലിം ലീഗ് തോത്തുമാരും, അത് 100% ഉറപ്പാണ്. ഓക്കെ. നെക്സ്റ്റ് ചേട്ടനാണ് ചെയ്യുന്നത്. അത് ഞാൻ ഓക്കെ. ചെയ്യുന്നത്. എന്താ ചെയ്യാൻ പോണത്? ഇവിടെ രാവണപ്രഭു എന്ന ഫിലിമിലെ ചേട്ടൻ വയസ്സനായി ഇന്നസെന്റ് ചേട്ടൻ ഒരു ലീസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ഇന്നസെൻസ്. ഓക്കെ. റെഡി. ഇത് ശേഖരന്റെ തന്നെയല്ലേ നിർമ്മാണം, ഒരു കൂട്ടര് പറയുന്ന ഇവിടെ കാണിക്കാൻ, വേറൊരു കൂട്ടര് പറയുന്ന ഇവിടെ കാണിക്കാൻ, ഇതെവിടെ കാണിക്കണ്ടാവോ? ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്തുണ്ടെന്ന് കേട്ടിട്ട് വന്നതാ. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കുമ്പളങ്ങയുടെ വിത്തും കൊടുക്കാനുണ്ട്. ശേഖരന് വേണാവോ? വേണോ? സൂപ്പർ. നിങ്ങൾ ഇനി ഗ്രൂപ്പ് പെർഫോമൻസ് ആണ് അല്ലേ? റെഡി? 4 പേരും റെഡി. ഓക്കെ. ഞാൻ എൻ്റെ പൊസിഷൻ ഞാൻ മാറി തരണോ നിങ്ങൾക്ക്? പുള്ളി പറയുന്നുണ്ടായിരുന്നു ഒരുമിച്ച് നിൽക്കണോ? കുറച്ച് ഞങ്ങളുടെ പ്രോഗ്രാം കണ്ട് ആസ്വദിക്കാം. ഒന്ന് പോയി തരുമോ? അതാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ. നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ കനത്ത മഴ. കനത്ത മഴയെ തുടർന്ന് കേരളത്തിലെ വിവിധ ജില്ലകൾ വെള്ളത്തിനടിയിലായി. നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും പക്ഷിമൃഗാദികളെയും കന്നുകാലികളെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണമെന്നും കളക്ടർ അറിയിച്ചു. കൂടുതൽ ഡാമുകൾ തുറന്നുവിട്ടു. ശക്തമായ കൊടുങ്കാറ്റിലും പേമാരിയിലും നിരവധി വൃക്ഷങ്ങൾ കടപുഴകി ട്രെയിൻ വാഹന ഗതാഗതം സ്തംഭിച്ചു. മരം വീണു. മത്സ്യത്തൊഴിലാളികൾ ബോട്ടുമായി രംഗത്തുണ്ട്. ഇതിനോടകം നിരവധി ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും എത്തിച്ചു കഴിഞ്ഞു. നാവികസേനയുടെ നിരവധി ഹെലികോപ്റ്ററുകളാണ് രക്ഷാപ്രവർത്തനമായി രംഗത്തുള്ളത്. നൂറുകണക്കിന് ആൾക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. പൂർണ്ണ ഗർഭിണിയെ ഹെലികോപ്റ്ററിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. യുവതിക്ക് സുഖപ്രസവവും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന കൊടും ക്രൂരതകൾ ഇനിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ വരും വർഷങ്ങളും നമ്മൾ ഇതുപോലുള്ള പ്രളയ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.
നമുക്ക് അവരോട് ചോദിക്കാം അല്ല എങ്ങനെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഗ്രൂപ്പ് വർക്ക് തന്നെ ആയിരുന്നല്ലോ എല്ലാവരും സൗണ്ട് എഫക്ട്സും എല്ലാം ആ വാർത്ത കാണുമ്പോൾ ഉള്ളത്. ജോണി സർ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. എനിക്ക് Thank you, sir. തോന്നുന്നു പല സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇങ്ങനത്തെ ഒരു ഫ്രഷ്നസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നന്നായിരിക്കട്ടെ. നല്ല കോമ്പിനേഷനാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഇത് മാത്രമല്ല കേട്ടോ, പല കാര്യങ്ങളും എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ ടീം എന്നും നിലനിൽക്കട്ടെ. ഈ സൗഹൃദങ്ങൾ ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങൾക്ക് കിട്ടാനിടയാകട്ടെ. വലിയ സന്തോഷം സർ. താങ്ക് യു സർ. താങ്ക് യു. നാദിക, കേരളത്തിന് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെയുള്ള ജില്ലകളിൽ പല ജില്ലകളിലായിട്ട് വ്യാപിച്ചെടുക്കുന്ന 4 കലാകാരന്മാർ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് ഇവർക്ക് നേരിട്ട് കാണാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഇതിനൊരു പ്രാക്ടീസ് ചെയ്യാനും അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്താനും അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കോമഡി മാസ്റ്റേഴ്സിൽ വരാനും ഒക്കെ കാണിച്ച ഒരു മനസ്സിന് ഈ സൗഹൃദങ്ങൾക്ക് ഒരു നല്ല കൈയടി. താങ്ക് യു സർ. താങ്ക് യു. അപ്പോൾ ഈ സൗഹൃദം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ സർ. താങ്ക് യു. ധർമ്മൻ ചേട്ടാ. ആന്റോണി പരിചയമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടൊക്കെയുള്ളതാണ്. ബാക്കി 3 പേരെ ആദ്യമായിട്ട് കാണുകയാണ്. എന്നാലും പല സ്ഥലങ്ങളിലൊന്നും ഒന്ന് കൂടിയിട്ട് ഇങ്ങനെ കൂടാൻ പറ്റുക, ചെയ്യാൻ പറ്റുക. നിങ്ങൾ സ്കിറ്റ് ചെയ്യാറുണ്ട്? അത് കൂടാതെ സർ ചെയ്യും സർ. സ്കിറ്റും ചെയ്യാറുണ്ട്? ചെയ്യാറുണ്ട്. ഞാനൊക്കെ പ്രളയം അനുഭവിച്ച ആളാണ്. നമ്മുടെ വീടിൻ്റെ ഒരു നിലയൊക്കെ മുങ്ങിപ്പോയ ആളാണ്. ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളൊക്കെ പ്രളയത്തിൽ വന്ന കേട്ടിട്ടുണ്ട്. പ്രളയം വരില്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാലും നിങ്ങൾ ഇവിടെ സ്റ്റേജിലൊരു പ്രളയം വീണ്ടും തീർത്തു. നന്നായിരുന്നു. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്.